തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് ആ സത്യസന്ദേശം എത്തി. മുഹമ്മദുർ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ, അവിടുത്തെ അനുയായികളിലൂടെ, നൂറ്റാണ്ടുകളിലൂടെ കൈമാറ്റം ചെയ്ത് ഒരു കറയുമില്ലാതെ, ഒരു കളങ്കവുമില്ലാതെ ആ സിറാത്തുൽ മുസ്തഖീം, ആ നേരായ മാർഗം, ആ സത്യസന്ധമായ വഴി, ആ വിശുദ്ധമായ മാർഗം ഞാനും നിങ്ങളും സ്വീകരിച്ചിട്ടുണ്ട് എങ്കിൽ അതിൻ്റെ സംഘടനാപരമായ നമുക്ക് ആ നന്മകൾ കൈമാറ്റം ചെയ്ത ഉദാത്തമായ പ്രസ്ഥാനമാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. നമ്മൾ അറിയാതെ നമ്മുടെ മാതാപിതാക്കളിലൂടെ, നമ്മിൽ ഓരോരുത്തരിലൂടെയും നമ്മുടെ സംസ്കാരത്തെ രൂപപ്പെടുത്തിയ, നമ്മുടെ മതബോധത്തെ രൂപപ്പെടുത്തിയ ഈ പ്രസ്ഥാനത്തോട് നമുക്കുള്ള കടമകളും കടപ്പാടുകളും അനിർവചനീയമാണ്. നിങ്ങളിൽ ഖുർആൻ ഓതാൻ അറിയാത്തവരാരാണ്? ഖുർആനിന്റെ പല ഭാഗങ്ങളും മനപ്പാഠമുണ്ട് നിങ്ങൾക്ക്. വിശുദ്ധമായ സൂറത്തുൽ ഫാത്തിഹ മാത്രമല്ല, ഖുർആനിനെ കേൾക്കാനും ഖുർആനിനെ പഠിക്കാനും അറിയാനും കഴിയുന്നവരാണ് നിങ്ങൾ. ഇതെങ്ങനെ നിങ്ങൾക്ക് സാധ്യമായി? ഖുർആൻ നൂറ്റാണ്ടുകൾക്കപ്പുറത്ത്, 15 നൂറ്റാണ്ടുകൾക്ക് മുമ്പാണല്ലോ അവതരിച്ചു പൂർത്തിയായത്. നബി തിരുമേനിയുടെ കാലത്ത് മുസ്ഹഫ് എന്ന ഒരു രൂപമുണ്ടായിരുന്നില്ല. അവിടുത്തെ നിര്യാണാനന്തരം, അവിടുത്തെ വിയോഗാനന്തരം അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ വലിയ ഒരു പോരാട്ടം നടന്നു. ആ പോരാട്ടം കള്ളപ്രവാചകനായ മുസൈലിമക്ക് നേരെയായിരുന്നു. മുസൈലിമ ഞാൻ നബിയാണ് എന്ന് പറഞ്ഞ് രംഗത്ത് വന്നു. അവർക്കെതിരെ വലിയ ഒരു പോരാട്ടം നടത്തി സിദ്ദീഖ് എന്നവരുടെ നേതൃത്വത്തിലുള്ള സംഘം വിജയിച്ചപ്പോ എന്തെല്ലാം നഷ്ടങ്ങൾ നമുക്ക് ഈ പോരാട്ടത്തിൽ സംഭവിച്ചിട്ടുണ്ട് എന്ന് അവർ പരിശോധന നടത്തി. അതിനെ തുടർന്ന് അബൂബക്കർ എന്നവരും ഉമറുൽ ഫാറൂഖ് എന്നവരും ചർച്ച നടത്തിയപ്പോൾ തീരുമാനിച്ച ഒരു കാര്യം, യുദ്ധത്തിൽ നമുക്ക് വിജയമുണ്ടായിട്ടുണ്ട്, പക്ഷേ ഖുർആൻ മനപ്പാഠമാക്കിയ കുറെ പേർ നമ്മിൽ നിന്നും മരണപ്പെട്ടു പോയിട്ടുണ്ട്. ഖുർആൻ ഇവിടെ നിലനിൽക്കണമല്ലോ, ഇത് അള്ളാഹുവിന്റെ വചനങ്ങളാണല്ലോ, അതിന് നമുക്ക് എന്തു ചെയ്യാൻ കഴിയും? അവർ ഒരുമിച്ച് തീരുമാനിക്കുകയാണ്, ഖുർആൻ നമുക്ക് ക്രോഡീകരിക്കണം. ആദ്യത്തെ മുസ്ഹഫ് രൂപവൽക്കരിക്കപ്പെട്ടു. സൂറത്തുൽ ഫാത്തിഹ മുതൽ നാസ് വരെ ആദ്യമായി ഖുർആൻ ക്രോഡീകരിക്കപ്പെട്ടു. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ എന്നവരുടെ കാലഘട്ടത്തിൽ ഈ വിശുദ്ധ ഖുർആൻ വീണ്ടും കോപ്പികളെടുത്ത് പല ഭാഗങ്ങളിലേക്കും അത് അയക്കപ്പെട്ടു. നിങ്ങൾ നോക്കൂ, ലോകത്തുള്ള ഗ്രന്ഥങ്ങൾ, കണ്ടെത്തിയ പുസ്തകങ്ങൾ, ഉണ്ടായ രചനകൾ നൂറ്റാണ്ടുകൾ വേണമെന്നില്ല, വർഷങ്ങൾക്കപ്പുറത്തുള്ളതുപോലും അതിൻ്റെ തനിമയും ഭാഷയും നിലനിൽക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നില്ല. എന്നാൽ നമ്മിലതുണ്ട്. നൂറ്റാണ്ടുകളിലൂടെ അത് പാരായണം ചെയ്യുക മാത്രമല്ല, അതിൻ്റെ വിശകലനങ്ങൾ മാത്രമല്ല, അതിൻ്റെ ആത്മീയമായ ജ്ഞാനങ്ങൾ മാത്രമല്ല, അതിൻ്റെ വലിയ ഒരു സംസ്കാരം നമ്മിലേക്ക് കൈമാറ്റം ചെയ്യപ്പെട്ടു. നമ്മുടെ പ്രിയപ്പെട്ട ഗുരുവര്യന്മാരിലൂടെ മദ്രസകളിൽ നിന്ന് ആദ്യത്തെ അലിഫ് എന്ന അക്ഷരം മുതൽ കൂട്ടി വായിക്കുവാനും എഴുതുവാനും പാരായണം ചെയ്യുവാനും നമ്മൾ പഠിക്കുന്നു. വിശുദ്ധ ഖുർആൻ ഹൃദ്യമായി പാരായണം ചെയ്ത് മനപ്പാഠമാക്കി അതിൻ്റെ വലിയ ഒരു സംസ്കാരമുള്ളവരായി ഞാനും നിങ്ങളും നമ്മുടെ വീടകങ്ങളിലുള്ളവരും ആൺകുട്ടികളും പെൺകുട്ടികളുമൊക്കെ കഴിയുന്നുവെങ്കിൽ അതിനാരോടാണ് നമുക്ക് കടപ്പാടുള്ളത്? എങ്ങനെയാണത് പാരായണം ചെയ്യുവാൻ നമുക്ക് സൗകര്യപ്പെട്ടത്? സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ വിദ്യാഭ്യാസ സംവിധാനങ്ങളിലൂടെ. ആ വിദ്യാഭ്യാസത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഖുർആൻ അധ്യാപനങ്ങൾ നടത്തി അതിന്റെ പഠനങ്ങൾ സജീവമാക്കുന്നതിലൂടെയല്ലാതെ എങ്ങനെയാണ് ആ വിശുദ്ധ ഖുർആനിനെ നമുക്ക് പഠിച്ചെടുക്കുവാൻ കഴിഞ്ഞത്? നമുക്കിടയിൽ എന്താണ് ഈ പ്രസ്ഥാനം ചെലുത്തിയ നന്മ നിറഞ്ഞ സ്വാധീനം എന്നതിന്റെ ഒരു ചെറിയ ഉദാഹരണം മാത്രമാണിത്. വിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടം മുതൽ ഞാനും നിങ്ങളും ഇന്ന് അനുഷ്ഠിക്കുന്ന കർമ്മങ്ങൾ നിലനിന്നിട്ടുണ്ടായിരുന്നു. ആ കർമ്മങ്ങൾ കൈമാറ്റം ചെയ്യപ്പെട്ടു. നബിയുടെ തൊട്ടടുക്കലുള്ള കാലഘട്ടമായപ്പോൾ നബി എന്താണ് ചെയ്തത്, റസൂൽ എങ്ങനെയാണ് നിസ്കരിച്ചത്, അവിടുന്ന് എങ്ങനെയാണ് വ്രതമനുഷ്ഠിച്ചത്, ഈ കാര്യങ്ങൾ കണ്ട സ്വഹാബികൾ ഉണ്ടായിരുന്നു, അവരെ കണ്ട ആളുകൾ ഉണ്ടായിരുന്നു. നബിയുടെ വചനങ്ങൾ ദശലക്ഷക്കണക്കിന്, അവിടുത്തെ ജീവിതാനുഭവങ്ങൾ 10,000-കണക്കിന്. ഇതിൽ നിന്ന് എങ്ങനെയാണ് ലോകാവസാനം വരെയുള്ള ആളുകൾക്ക്
വിവിധ കാലഘട്ടങ്ങളിൽ ദേശങ്ങളിൽ കഴിയുന്നവർക്ക് ഈ മനോഹരമായ മതത്തിന്റെ ഉന്നതമായ കർമ്മശാസ്ത്ര കാര്യങ്ങൾ എങ്ങനെയാണ് കൃത്യമായി മനസ്സിലാക്കുവാൻ കഴിയുക? അവിടെയാണ് കർമ്മശാസ്ത്ര വിശാരദന്മാരായ മനോഹരമായ സരണിയുടെ ഉപജ്ഞാതാക്കളായ മഹാപണ്ഡിതന്മാർ ഈ സംവിധാനത്തിന് മദ്ഹബുകൾ രൂപീകരിക്കുന്നത്. അതാണ് ഇസ്ലാമിന്റെ കർമ്മശാസ്ത്ര സരണിയുടെ ആമുഖങ്ങൾ. മഹാനായ ഇമാം മാലിക് ബിൻ അനസ്, സയ്യിദുന അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു, മഹാനായ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ട അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു, ഇവരല്ലാത്ത പലരും ഉണ്ടായിരുന്നു. ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത് ഖുർആനിൽ നിന്ന്, തിരു റസൂലിന്റെ വചനങ്ങളിൽ നിന്ന്, മുൻഗാമികളിൽ നിന്ന് ഈ വിശുദ്ധമായ മതത്തിന്റെ ലക്ഷക്കണക്കിന് വരുന്ന നിയമങ്ങളെ നിർദ്ധാരണം ചെയ്ത് സരളമായി അതിനെ ലോകത്തിന് കൈമാറിയ, ഇന്ന് ജീവിക്കുന്ന ഈ 21-ാം നൂറ്റാണ്ടിലെ നമുക്ക് പോലും കൃത്യമായി അതറിയാനും പഠിക്കാനും പ്രവർത്തിക്കാനും കഴിയുന്ന രീതിയിൽ അതിനെ സ്വരൂപിച്ച് നമുക്ക് കൈമാറിയത് ഈ മഹാന്മാരായ മദ്ഹബിന്റെ ഇമാമുമാരായിരുന്നു. അതിനെ പിന്നീട് ആരാണ് കൈമാറ്റം ചെയ്തത്? ഷാഫിഈ ഇമാം എന്നവർ നിസ്സാരക്കാരനായിരുന്നില്ല. ഇന്ന് നമ്മളുടെ ഈ നാട്ടിൽ തന്നെ, കോഴിക്കോട് തന്നെ മറ്റൊരു സമ്മേളനം നടക്കുന്നുണ്ട്. അവരും 100-ാം വാർഷികം നടത്തുകയാണ്. അവർ ബിദഅകളുടെ സംഘടനയുടെ സമ്മേളനമാണ് നടത്തുന്നത്. എന്താണ് അങ്ങനെയുള്ളവരും നമ്മളും തമ്മിലുള്ള വ്യത്യാസങ്ങളിലൊന്ന്? അവർ പറയുന്നത് ഖുർആനിൽ നിന്നും ഹദീസുകളിൽ നിന്നും നമുക്കിത്തരം കാര്യങ്ങൾ കണ്ടെത്താൻ കഴിയുമെന്നതാണ്. നാം പറയുന്ന നമ്മുടെ കർമ്മശാസ്ത്ര സരണിയുടെ ഉപജ്ഞാതാവായ മഹാനായ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു, അവരെ പോലെയുള്ള ആളുകളാണോ ഇവരെല്ലാവരും? ഒരിക്കലുമല്ല. അവർക്ക് ഭൗതികമായിട്ട്, അവർക്ക് മാനുഷികമായിട്ടുണ്ടായിരുന്ന കഴിവുകൾക്കപ്പുറം അവർക്ക് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പ്രത്യേകമായ ശേഷികൾ നൽകിയിട്ടുണ്ടായിരുന്നു. ആ കഴിവുകളിലൂടെ അവർക്ക് വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കാൻ കഴിഞ്ഞു, ഹദീസുകൾ അന്വേഷിക്കുവാൻ കഴിഞ്ഞു. ബുദ്ധി കൂർമ്മത കൊണ്ട് അവർക്ക് വലിയ വലിയ ജ്ഞാനങ്ങളുടെ ആഴങ്ങളെ എത്തിപ്പിടിക്കുവാൻ കഴിഞ്ഞു. ഇതിനെയെല്ലാം കൃത്യമായി തന്റെ തൊട്ടടുക്കലുള്ള തലമുറകളിലേക്ക് കൈമാറ്റം ചെയ്യുവാൻ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹുവിന് കഴിഞ്ഞു. അവർ ഗ്രന്ഥങ്ങൾ രചിച്ചു. ആ ഗ്രന്ഥങ്ങളെ അന്വേഷണ കുതുകികളായ അവരുടെ പിൻഗാമികൾ അതിലെല്ലാവരുമുണ്ട്. ഈ മദ്ഹബുകളെ അനുധാവനം ചെയ്തവരായിരുന്നു. കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ മാത്രമല്ല, ഹദീസുകളെ ക്രോഡീകരിച്ച 6 പ്രഗത്ഭരായ ഹദീസ് പണ്ഡിതന്മാർ, ബുഖാരി, ഇമാം മുസ്ലിം, തിർമുദി തുടങ്ങിയ നമ്മൾക്ക് അറിയുന്നവരും അറിയാത്തവരുമുണ്ടല്ലോ. പിൽക്കാലത്ത് നമ്മൾ കേൾക്കുന്ന മഹാനായ ശൈഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ അൽ ജീലാനി തുടങ്ങിയ ആളുകൾ, ഇമാം ഗസ്സാലി എന്നവരെ പോലെ, ഇമാം നബവിയെ പോലെ, ഇമാം ഇബ്നു ഹജർ അൽ ഹൈതമി എന്നവരെ പോലെ ഈ കേരളത്തിന്റെ മണ്ണിൽ നമുക്കിടയിൽ ഈ കർമ്മശാസ്ത്ര സരണിയെ അഥവാ ശാഫിഈ മദ്ഹബിനെ ആകമാനം വ്യാപിപ്പിച്ച 4-5 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കേരളത്തിലെ ആത്മീയതയുടെയും അറിവിന്റെയും ഏറ്റവും വലിയ പ്രചാരകരായിരുന്ന മഹാന്മാരായ മഖ്ദൂം കുടുംബാംഗങ്ങളെ പോലെ നമ്മിലേക്ക് ഈ മനോഹരമായ സംവിധാനം കൈമാറ്റം ചെയ്യപ്പെടുകയാണ്. 920-കൾക്ക് ശേഷം നമുക്കിടയിൽ, നമ്മളുടെ നാട്ടിൽ രൂപപ്പെട്ടു വന്ന ഒരു കാര്യം, ഇതൊന്നും സ്വീകരിക്കേണ്ടതില്ല. നമ്മൾ ഇങ്ങനെയല്ല നമ്മളുടെ കർമ്മശാസ്ത്രത്തെ വിലയിരുത്തേണ്ടത്. ഈ നൂറ്റാണ്ടുകളിലൂടെ കൈമാറ്റം ചെയ്തതൊന്നും ശരിയല്ല. ഈ പാരമ്പര്യത്തെ സ്വീകരിക്കേണ്ട കാര്യമില്ല. അങ്ങനെയാണ് 926-ൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ രൂപപ്പെടുന്നത്. രൂപപ്പെട്ടുവെന്ന് മാത്രമല്ല, അവർ ഈ മനോഹരമായ വിശുദ്ധമായ ദീനിന്റെ കർമ്മശാസ്ത്രത്തെ, ഞാൻ സൂചിപ്പിച്ചതുപോലെ കൈമാറ്റം ചെയ്യപ്പെട്ട വിശുദ്ധമായ വഴിയെ അവർ സമൂഹത്തിനിടയിൽ പ്രചരിപ്പിച്ചു. അങ്ങനെയാണ് മദ്രസാ സംവിധാനങ്ങളിലൂടെയും മറ്റു വൈജ്ഞാനിക കേന്ദ്രങ്ങളിലൂടെയും പ്രസംഗങ്ങളിലൂടെയും പ്രബോധനങ്ങളിലൂടെയും ഈ മനോഹരമായ വിജ്ഞാനങ്ങൾ, വിശുദ്ധമായ ദീനിന്റെ ഈ സുന്ദരമായ പന്താവ് നമുക്കിടയിൽ ആകമാനം വ്യാപകമാകുന്നത്. അതാണ്
നമ്മളുടെ ഗുരുവര്യരിലൂടെ നമുക്ക് കൈമാറ്റം ചെയ്യപ്പെട്ട് കിട്ടിയിരിക്കുന്നത്. അതനുസരിച്ചാണ് വിശ്വാസികൾ ചെയ്യേണ്ട കർമ്മങ്ങൾ കളങ്കമില്ലാതെ കറകളില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ നമുക്ക് സാധ്യമാകുന്നത്. മറ്റൊരു കാര്യം നോക്കൂ നിങ്ങൾ. നബി തിരുമേനി ഇസ്ലാമിക പ്രബോധനം നടത്തുന്ന സ്വഹാബികളുള്ള ആ കാലഘട്ടത്തിൽ തന്നെ, നബിയുടെ കാലഘട്ടത്തിൽ കപട വിശ്വാസികൾ ഉണ്ടായിരുന്നു. ഖുർആൻ അവരെ സംബന്ധിച്ച് സംസാരിക്കുന്നുണ്ട്. വഇദാ ലഖുല്ലദീന ആമനു ഖാലു ആമന്ന. വിശ്വാസികളെ കണ്ടാൽ അവർ പറയും ഞങ്ങൾ വിശ്വസിച്ചവരാണ്. എന്നാൽ അവരുടെ നേതാക്കളിലേക്ക് ചെന്നാലോ അവര് പറയുന്നു ഞങ്ങൾ നിങ്ങളോടൊപ്പമാണ്. അവരെ കുറിച്ച് ഖുർആനിൽ ഒരു അധ്യായം തന്നെയുണ്ട്. അവരുടെ ആശയഭ്രംശങ്ങൾ ഖുർആൻ സവിസ്തരം പ്രതിപാദിച്ചിട്ടുണ്ട്. അങ്ങനെ തുടങ്ങി നബിയുടെ തൊട്ടടുക്കലുള്ള കാലഘട്ടങ്ങളിൽ നബി ചെയ്തതിൽ പലതും ശരിയല്ല, നബിയുടെ അനുയായികളിൽ പലരും വഴിപിഴച്ചു പോയവരാണ് എന്നു പറഞ്ഞ് അവരെ എതിർക്കുന്ന ഖവാരിജുകൾ എന്ന് പറയുന്ന ഒരു വിഭാഗം രംഗത്ത് വന്നു. അവർക്കെതിരായി നബിയുടെ അനുയായികൾ പോരാട്ടം നടത്തി. ഈ നൂറ്റാണ്ടുകൾക്കിടയിൽ ഇവരുടെ പിൻഗാമികളായി ലോകത്ത് പലരും കടന്നു വന്നു. അതിൽപ്പെട്ട ഒരു വിഭാഗമായിരുന്നു മുഅ്തസിലികൾ എന്നറിയപ്പെടുന്നവർ. അവർ സ്വഹാബികളെ നിഷേധിച്ചു. പല സ്വഹാബികളും ഇസ്ലാമിൽ നിന്ന് പുറത്താണെന്ന് പറഞ്ഞു. അള്ളാഹുവിലുള്ള വിശ്വാസത്തെ അവർ കളങ്കപ്പെടുത്തി. അള്ളാഹുവിന് കൈകളുണ്ടെന്നും കാലുകളുണ്ടെന്നും അവർ മനുഷ്യ സമാനരാണെന്നും അവർ പറഞ്ഞു. അള്ളാഹുവിന്റെ വിധികളിലും റബ്ബിന്റെ തീരുമാനങ്ങളിലുമുള്ള കാര്യങ്ങളിൽ അവർ സ്വന്തം കാര്യങ്ങളെ ആവിഷ്കരിച്ച് ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിക്കാൻ തുടങ്ങി. ഓർക്കേണ്ട കാര്യം, ആ കാലഘട്ടത്തിലെ ഭരണാധികാരികളിൽ പലരും അവരെ അനുധാവനം ചെയ്തു. ഇങ്ങനെ നേരത്തെ പറഞ്ഞ നബിയുടെയും അനുയായികളുടെയും പിൻഗാമികളുടെയും വിശുദ്ധമായ പാതക്ക് സമാന്തരമായി കർമ്മശാസ്ത്രത്തിലും വിശ്വാസപരമായ കാര്യങ്ങളിലും പിഴച്ച ഒരു മാർഗം ലോകത്തിന്റെ ഓരോ സന്ദർഭങ്ങളിലും കൈമാറ്റം ചെയ്യപ്പെട്ടുകൊണ്ടേയിരുന്നു. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഇമാം ഷാഫിഈ എന്നവരും അവരുടെ പിൻഗാമികളും ഈ കർമ്മശാസ്ത്രത്തെ വിശുദ്ധമായ വഴികളിലൂടെ കൈമാറ്റം ചെയ്ത് നമ്മിലേക്ക് എത്തിച്ചതുപോലെ വിശ്വാസപരമായ മുഴുവൻ തെറ്റിദ്ധാരണകളെയും അപഭ്രംശങ്ങളെയും മാർഗഭ്രംശങ്ങളെയും പ്രതിരോധിച്ച് അതിനെതിരായി കാവൽ നിന്ന് ജനസമൂഹങ്ങളോട് സംവദിച്ച ഒരു മഹാനായ വ്യക്തിത്വമായിരുന്നു മഹാനായ ഇമാം അബുൽ ഹസനിൽ അശ്അരി എന്നവരും ഇമാം അബൂ മൻസൂരിൽ മാതുരീദി എന്നവരും. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ശാഫിഈ സരണിയെ കൈമാറ്റം ചെയ്തതുപോലെ അല്ലാഹു ആരാണ്, എന്താണ് അവന്റെ വിശ്വാസങ്ങൾ, എന്താണ് അവന്റെ വിശേഷണങ്ങൾ, ആരാണ് അള്ളാഹുവിന്റെ മാലാഖമാർ, എന്താണ് അള്ളാഹുവിന്റെ വിധികൾ, മദ്രസകളിലൂടെയും മറ്റു വിജ്ഞാനങ്ങളിലൂടെയും നമ്മൾ ഓരോരുത്തരും തിരിച്ചറിഞ്ഞു വന്ന ആ ഉദാത്തമായ വിശ്വാസത്തെ ഈ അശ്അരി എന്ന് പറയുന്ന മഹാനിലൂടെയാണ് ലോകത്ത് കൈമാറ്റം ചെയ്യപ്പെട്ട് സമൂഹങ്ങളിലൂടെ കൈമാറ്റം ചെയ്യപ്പെട്ട് മുന്നോട്ട് വന്നത്. ഇതെങ്ങനെ കേരളത്തിൽ നിലനിന്നു? പ്രധാനമായും മുഹമ്മദുർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ തന്നെ ഇസ്ലാം കേരളത്തിലേക്ക് എത്താൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മളുടെ നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ മസ്ജിദുകൾ നിർമ്മിക്കപ്പെട്ടു. ആ മസ്ജിദുകളിൽ പഠന കേന്ദ്രങ്ങളാക്കി അത് പരിവർത്തിപ്പിക്കപ്പെട്ടു. കാലത്ത് തുടങ്ങിയെന്ന് പറഞ്ഞാൽ പിന്നീടുള്ള ഓരോ നൂറ്റാണ്ടുകളിലും നബിയുടെ അനുയായികൾ, പിൻഗാമികളുടെ അനുയായികൾ, മഹാപണ്ഡിതന്മാർ നമ്മളുടെ നാടുകളിലേക്ക് വരികയാണ്. അവർ കേവലം അധ്യാപനങ്ങൾ മാത്രമല്ല, ജനങ്ങളെ അവർ സ്വാധീനിക്കുകയാണ്. ഹൃദയങ്ങൾ കൊണ്ടവർ സ്വാധീനിക്കുകയാണ്. ജനങ്ങൾക്ക് അവരെ വലിയ വിശ്വാസമാണ്. അങ്ങനെ കേരളത്തിലെ ആത്മീയമായ, മതപരമായ, കർമ്മശാസ്ത്രപരമായ നേതൃപദവിയെ സംബന്ധിച്ചുള്ള ചർച്ചകളിൽ നമുക്ക് കണ്ടെത്താൻ കഴിയുന്ന 3 വിഭാഗം ആളുകളുണ്ട്. ഇവരല്ലാത്തവരുമുണ്ട്. നിങ്ങൾ നോക്കൂ, കേരളത്തിന്റെ ഒരറ്റമാണ് തിരുവനന്തപുരം, മറ്റൊരറ്റമാണ് കാസർഗോഡ്. ഈ 2 ഭാഗങ്ങൾക്കിടയിലെയും ഓരോ നാടുകളിലും മറഞ്ഞു കിടക്കുന്ന മഹാന്മാരെ സംബന്ധിച്ച് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. പലരും മക്കയിൽ ജനിച്ചവരാണ്. മഹാനായ ഏറ്റവും ഉന്നതനായ ഭീമാപ്പള്ളിയിൽ അന്തി ഉറങ്ങുന്ന മാഹിൻ അബൂബക്കർ എന്ന് പറയുന്ന ഒരു മഹാനുണ്ട്. അദ്ദേഹത്തിന്റെ മാതാവുണ്ട്, ഭീമാ ബീവി എന്നാണ് അവരറിയപ്പെടുന്നത്. ഇരുവരും ഉണ്ടായത് മക്കയിലാണ്. കാസർഗോട്ടേക്ക് നോക്കൂ നിങ്ങൾ. മാലിക് ദീനാർ എന്നവർ നമ്മളുടെ നാട്ടിൽ ജനിച്ചവരല്ല. നമ്മളുടെ തൊട്ടടുക്കലുള്ള മമ്പുറത്തേക്ക് നോക്കൂ നിങ്ങൾ.
ഈ കോഴിക്കോട് പട്ടണത്തിൽ തന്നെ അന്തിയുറങ്ങുന്ന ഷെയ്ഖ് ജിഫ്രി ഉൾപ്പെടെയുള്ള വരക്കൽ മുല്ലക്കോയ തങ്ങളുടെ പ്രപിതാക്കന്മാരുൾപ്പെടെയുള്ളവരിലേക്ക് നോക്കൂ നിങ്ങൾ. പലരും മക്കയിലും മദീനയിലും യമനിലും വിവിധ അറേബ്യൻ രാജ്യങ്ങളിലും ജീവിച്ചവരാണ്. അവർ നമ്മളുടെ നാടുകളിലേക്ക് 100ഉം 200ഉം 500ഉം കൊല്ലങ്ങൾക്ക് മുമ്പ് വന്നു എന്ന് മാത്രമല്ല, നമ്മളുടെ നാടുകളിലുള്ളവരെ കൃത്യമായിട്ട് അവർ സ്വാധീനിച്ചത് ജനങ്ങൾക്കിടയിൽ ഇസ്ലാമികമായ വിശ്വാസപരമായ കളങ്കരഹിതമായ വലിയ ഒരു സംസ്കാരം രൂപപ്പെടുന്നതിന് കാരണമായി. അവരിൽ ഒരു വിഭാഗമായിരുന്നു കോഴിക്കോട് കാളിമാർ. അന്ന് കോഴിക്കോടിന്റെ കേന്ദ്രം ചാലിയമാണ്. ആ ചാലിയത്ത് ഓരോ കാലഘട്ടങ്ങളിലും ഈ നാട്ടിലെ മുഴുവൻ മുസ്ലിങ്ങളുടെയും നേതൃത്വം അവരാണ്. അവരിങ്ങനെ കൈമാറ്റം ചെയ്ത് ഗ്രന്ഥങ്ങൾ രചിച്ച് ജനങ്ങൾക്ക് കർമ്മശാസ്ത്രപരമായിരിക്കുന്ന തീരുമാനങ്ങൾ അറിയിച്ച് ഒരു നാടിനെ മുഴുവൻ ഇസ്ലാമികമായ വഴിയെ കോഴിക്കോട് കാളിമാർ കൊണ്ടുവന്നു. അവരിൽ ചിലരെങ്കിലും നമുക്ക് ചിരപരിചിതരാണ്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വിരചിതമായ ഏറ്റവും ഉന്നതമായ സാഹിത്യകൃതിയാണ് മുഹയ്യിദ്ദീൻ മാല. കോഴിക്കോട് കാളിമാരിലെ സൂഫി വര്യനായിരുന്ന കാളി മുഹമ്മദ് എന്നവരാണ് അത് രചിച്ചത്. നമ്മൾ ഓർക്കേണ്ട കാര്യം, ആ കാലഘട്ടത്തിൽ തന്നെ കേരളത്തിന്റെ പല ഘട്ടങ്ങളിലും പല ഭാഗങ്ങളിലും സാമ്രാജ്യത്വ ശക്തികൾ കൈയടക്കുന്നുണ്ട്. മുന്നോട്ട് ഇസ്ലാമിനെ മുസ്ലിങ്ങളെ നയിക്കുന്നതോടൊപ്പം ഈ സാമ്രാജ്യത്വ ശക്തികൾക്കെതിരായി, ഉദാഹരണം പോർച്ചുഗീസുകാർക്കെതിരായി, പിൽക്കാലത്ത് വന്ന ബ്രിട്ടീഷുകാർക്ക്, അതിനിടയിൽ വന്ന ഡച്ചുകാർക്കൊക്കെ എതിരായി ഈ മുസ്ലിം നേതാക്കൾ മുസ്ലിം സമൂഹത്തെ ഉണർത്തുകയും മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്തു. മറ്റൊരു വിഭാഗമാണ് പൊന്നാനിയിലെ മഖ്ദൂമുമാരെന്നറിയപ്പെടുന്നവർ. 1467 മുതൽ 1522 വരെയാണ് ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം ഒന്നാമൻ ജീവിക്കുന്നത്. ഗ്രന്ഥങ്ങൾ രചിച്ച് അദ്ദേഹം പൊന്നാനിയിൽ ഒരു പള്ളി പണിതു. ആ പള്ളി ഈജിപ്തിലെ ജാമിഉൽ അസ്ഹറിന്റെ രൂപത്തിലായിരുന്നു. ഓർക്കേണ്ട കാര്യം, അന്നത്തെ കാലഘട്ടത്തിൽ 1400കളിലും 500കളിലും മക്കയിൽ പോയി, ഈജിപ്തിൽ പോയി, വിദേശ രാജ്യങ്ങളിൽ പോയി പഠിച്ചു വന്നാണ് അദ്ദേഹം ഈ പള്ളി ദർസ് സ്ഥാപിക്കുന്നത്. അങ്ങനെ ആത്മീയമായ ഒരു വഴിയിൽ മഖ്ദൂമുമാർ 14, 15, 16, 17, 20-ാം നൂറ്റാണ്ടിന്റെ പ്രാരംഭം വരെ ഈ ഉമ്മത്തിന് വലിയ നേതൃത്വം നൽകി. മൂന്നാമത്തെ ഒരു വിഭാഗമാണ് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരക്കിടാങ്ങളായി നമ്മളുടെ നാട്ടിലേക്ക് കടന്നു വന്ന ആളുകൾ. ചുരുങ്ങിയത് കേരളത്തിൽ 43 നബി കുടുംബങ്ങളുണ്ട് എന്നാണ് ഏകദേശ കണക്കുള്ളത്. അതിൽപ്പെട്ട ഒരു വിഭാഗമാണ് ആദ്യമായി കേരളത്തിലേക്ക് വന്ന ബുഖാരി സാദാത്യങ്ങൾ. കപ്പൽ കയറിയവർ കേരളത്തിലേക്ക് വരികയാണ്. അവർ കണ്ണൂർ ജില്ലയിലെ വളപട്ടണത്തിലേക്ക് വന്നതാകട്ടെ ഇന്നത്തെ പഴയ USSRന്റെ ഭാഗമായ ബുഖാറയിൽ നിന്നാണ്. അതോടൊപ്പം യമനിലെ ഹലർമൗത്തിൽ നിന്ന് വന്നു, തെരീമിൽ നിന്ന് വന്നു. ഷെയ്ഖ് ജിഫ്രി എന്നവർ കേരളത്തിലേക്ക് വന്നു. കോഴിക്കോട്ട് അദ്ദേഹം അന്തിയുറങ്ങുന്നു. മഹാനായ മമ്പുറം തങ്ങളുടെ അമ്മാവനായിരുന്ന ഷെയ്ഖ് ജിഫ്രിയും മഹാനായ മമ്പുറം തങ്ങളും വന്നു. അവരുടെ ക്ഷണപ്രകാരം ഷെയ്ഖ് ഹുസൈൻ ജിഫ്രി എന്നവർ വന്നു. യമനിൽ നിന്ന് വന്ന അദ്ദേഹം ഇന്ന് കൊടിഞ്ഞിയിലാണ് അന്ത്യവിശ്രമം കൊള്ളുന്നത്. ഇവരിൽ ഓരോരുത്തരുടെയും സന്താനങ്ങൾ നാടിന്റെ നാനാഭാഗങ്ങളിലേക്ക് പോയി. ബുഖാരി സാദാത്യങ്ങൾ കൊച്ചിയിലേക്ക് പോയി, ആലപ്പുഴയിലേക്ക് പോയി, മലപ്പുറം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലേക്ക് പോയി, തൃശൂർ ജില്ലയിലേക്ക് പോയി. തൃശൂർ ജില്ലയിലെ ഒരു സ്ഥലത്തിന്റെ പേര് തന്നെ ബുഖാറ എന്നുള്ളതാണ്. ബുഖാരി സാദാത്യങ്ങൾ ഓരോ ഇടങ്ങളിലും ഇസ്ലാമിക ചൈതന്യത്തിന് മുന്നേറ്റങ്ങൾക്ക് നേതൃത്വം നൽകി. ജിഫ്രി കുടുംബം, ഒരു കാര്യം മാത്രമേ ഞാൻ പറയുന്നുള്ളൂ, മഹാനായ ഷെയ്ഖ് ഹുസൈൻ ജിഫ്രി എന്ന കൊടുങ്ങിയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ആ മഹാനുഭാവന്റെ പിൻഗാമിയായി ഞാൻ പറഞ്ഞല്ലോ, അവരുടെ സന്താന പരമ്പരകളിൽ ഓരോരുത്തരും ഈ ഉമ്മത്തിന് നേതൃത്വം നൽകുന്നവരാണ്. ഇന്ന് ഞാനും നിങ്ങളും ആവേശത്തോടെ നെഞ്ചേറ്റിയിരിക്കുന്ന സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന ഈ സംവിധാനത്തിന് നേതൃത്വം നൽകുന്ന വർത്തമാനകാല ഉമ്മത്തിന്റെ മുസ്ലിമിന്റെ നായകൻ മഹാനായ സയ്യിദുൽ ഉലമ സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ, സയ്യിദ് ഹുസൈൻ ജിഫ്രി എന്നവരുടെ ആ പാരമ്പര്യത്തിൽ ജനിച്ചയാളാണ്. മഹാന്മാരായ പാണക്കാട് സാദാത്യങ്ങൾ
കേരളത്തിലേക്ക് യമനിലെ ഹളർമൗത്തിൽ നിന്ന് വന്ന ശിഹാബുദ്ദീൻ പരമ്പരയിൽപ്പെട്ടവരാണ്. ബാഫഖി കുടുംബം, അങ്ങനെ തുടങ്ങിയ നിരവധി കുടുംബങ്ങൾ. ഇവരാണ് ഈ നാട്ടിൽ ഇസ്ലാമിന്റെ പാരമ്പര്യം നിലനിർത്തിയത്. ഈ പാരമ്പര്യം, കർമ്മം, വിശ്വാസം ഇതെല്ലാം സമൂഹത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കെ, സ്വാതന്ത്ര്യ സമരം കൊടുമ്പിരിക്കൊണ്ടിരിക്കെ 920കളിൽ നമ്മൾ ആലോചിക്കണം, അന്ന് ലോക മുസ്ലിങ്ങൾ തന്നെ വലിയ ഒരു ഭീതി നിറഞ്ഞ ഒരു കാലഘട്ടത്തിലാണുള്ളത്. കാരണം എന്താണ്? ഒന്നാം ലോക മഹായുദ്ധത്തോടനുബന്ധിച്ച് ഉസ്മാനിയ ഖിലാഫത്ത് തകർക്കപ്പെട്ടു. ഖലീഫയായിരുന്ന അവസാനത്തെ ഉസ്മാനിയ ഖലീഫ ഭ്രഷ്ടനാക്കപ്പെട്ടു. ലോകത്ത് ബ്രിട്ടീഷുകാർക്കെതിരായി വലിയ ഒരു മുന്നേറ്റം വരുന്നു. ഇന്ത്യ രാജ്യത്ത് ഖിലാഫത്ത് പ്രസ്ഥാനം ഉണ്ടാകുന്നു. മുസ്ലിങ്ങളല്ലാത്തവരും മുസ്ലിങ്ങളും ഒക്കെ ഒരുമിച്ച് മുന്നോട്ട് പോകുന്നു. പല പണ്ഡിതന്മാരും അതിന് നേതൃത്വം നൽകുന്നു. പക്ഷേ പലരുടെയും വീക്ഷണം കൈവിട്ടു പോകുന്നു. അങ്ങനെയാണ് കലാപങ്ങൾ ഉണ്ടാകുന്നത്, അങ്ങനെയാണ് പോരാട്ടങ്ങൾ വരുന്നത്. നമ്മളതിനെ വിമർശിക്കുകയല്ല, അത് അന്നത്തെ കാലഘട്ടത്തിൽ ശരിയായിരിക്കാം. ബ്രിട്ടീഷുകാർക്കെതിരായി സായുധ സമരം നടത്തണം, നമ്മൾ സ്വന്തം തീരുമാനങ്ങൾ എടുക്കണം, രാജ്യമുണ്ടാക്കണം എന്നെല്ലാം പറഞ്ഞു. അതിന് നേതൃത്വം നൽകിയവരിൽ പലരും തൂക്കിലേറ്റപ്പെട്ടു, പലരും നാടുകടത്തപ്പെട്ടു. മുസ്ലിം സമൂഹം അരക്ഷിതാവസ്ഥയിലായി. ഈ ഒരു ഘട്ടത്തിലാണ് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ പാരമ്പര്യത്തെ പൂർണ്ണമായും എതിർത്ത് ഇസ്ലാമിനെ പരിഷ്കരിക്കുക എന്ന ലക്ഷ്യത്തോടെ ചില ആളുകൾ രംഗത്ത് വരുന്നത്. അത് അനുവദിക്കാൻ പാടില്ല. നമ്മളുടെ ജീവിതം നഷ്ടപ്പെട്ടാലും നമ്മുടെ സൗകര്യങ്ങളില്ലാതെയായാലും അതൊരിക്കലും നമ്മൾ അനുവദിക്കാൻ പാടില്ല. അങ്ങനെയാണ് സയ്യിദ് അബ്ദുറഹ്മാൻ വരക്കൽ മുല്ലക്കോയ തങ്ങളുടെ നേതൃത്വത്തിൽ, പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാരുടെ നേതൃത്വത്തിൽ, വാളക്കുൾ അബ്ദുൽ ബാരി മുസ്ലിയാരുടെ നേതൃത്വത്തിൽ, നമ്മൾ ഓർക്കണം 920 കാലഘട്ടമാണ്. അവരെത്ര നടന്നിട്ടുണ്ടാകും, എത്ര വിശപ്പ് സഹിച്ചിട്ടുണ്ടാകും, എത്ര ത്യാഗം സഹിച്ചിട്ടുണ്ടാകും. അവരുടെ വിലപ്പെട്ടതെല്ലാം അവരൊഴിവാക്കി പണ്ഡിതന്മാർ ഒരുമിച്ചുകൂടി ഈ കോഴിക്കോടിന്റെ മണ്ണിൽ വെച്ച് 926 ജൂൺ 26-ന് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ രൂപം കൊള്ളുകയുണ്ടായി. പിന്നീട് അവർ സംസാരിക്കുകയായിരുന്നു, സമ്മേളനങ്ങൾ നടത്തുകയായിരുന്നു. അവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം ഈ ആശയങ്ങളെയൊന്നും വേരൂന്നാൻ ഈ മണ്ണിന് സാധ്യമാകരുത്. ജനങ്ങൾക്കിടയിൽ അഭിപ്രായ ഭിന്നതകൾ ഉണ്ടാകരുത്. ജനങ്ങൾക്കിടയിൽ ഈ നവീനവാദങ്ങൾ ഒരിക്കലും ശക്തിപ്പെടരുത്. അവർ പ്രബോധനം ചെയ്തു, അവർ പ്രസിദ്ധീകരണങ്ങൾ ആരംഭിച്ചു. 929-ൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ആദ്യ പ്രസിദ്ധീകരണമായ അൽ ബയാൻ എന്ന പേരിലുള്ള ഒരു മുഖപത്രം വാളക്കുൾ അബ്ദുൽ ബാരി മുസ്ലിയാരുടെ കാർമ്മികത്വത്തിൽ വന്നു. നമ്മൾ ആലോചിക്കണം, എങ്ങനെയാണ് സമസ്തക്ക് വലിയ ജനപിന്തുണയുണ്ടായത്? നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യമാണ്, നമ്മൾ ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് നമ്മളുടെ ഈ കൊച്ചു സംഘടന എന്നത് ആലങ്കാരികമായി ആപേക്ഷികമായി പറയാൻ കൊച്ചു സംഘടനയാണ്. പക്ഷേ കേവലം ഒരു വിളിയാളം കൊണ്ട് 23 വയസ്സിനും 16 വയസ്സിനും 23 വയസ്സിനും ഇടയിലുള്ള ഈ 10,000-ങ്ങളെ ഒരു വിളിയാളം കൊണ്ട് വിളിച്ചുണർത്തി ഈ പ്രഭാതത്തിൽ ഇങ്ങനെ ഒരു നഗരിൽ ഒരുമിപ്പിക്കാൻ കേരളത്തിൽ ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തിന് സാധ്യമാകുമെങ്കിൽ ആ പ്രസ്ഥാനത്തിന്റെ പേരാണ് SKSSF എന്നാണ് എനിക്ക് ഓർമ്മിപ്പിക്കുവാനുള്ളത്. അത് ഈ സംഘടനയ്ക്ക് സാധ്യമാവുകയുള്ളൂ. ഞാൻ ഓർമ്മിപ്പിക്കുന്നു, അതിന് കാരണം ഈ പണ്ഡിതന്മാരുടെ പിൻബലമാണ്, ഇവരുടെ ആത്മീയമായ പിൻബലമാണ്. ശംസുൽ ഉലമ ഉണ്ടായിരുന്നു, കണ്ണിയത്ത് ഉസ്താദ് ഉണ്ടായിരുന്നു, ഇന്ന് നേതൃത്വം നൽകുന്ന മുഴുവൻ ആളുകളും ഉണ്ടായിരുന്നു. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നമുക്ക് അടിയുറച്ചു നിൽക്കുവാനുള്ളത് ഈ സംഘടനക്കൊപ്പമാണ്. ഇതിന്റെ പിന്നിലാണ്. നിങ്ങൾ മുന്നോട്ടു പോകേണ്ടവരാണ്. നിങ്ങൾ ഭാവി തലമുറയുടെ വാഗ്ദാനങ്ങളാണ്. ഒരാൾക്കും നിങ്ങളുടെ മനഃശക്തിയെ ചോർത്തിക്കളയാൻ കഴിയരുത്. നിങ്ങൾ ഉയർന്നു പറക്കേണ്ടവരാണ്. നിങ്ങളുടെ ലക്ഷ്യം ഇനിയും ഇനിയും നിങ്ങൾ മുകളിൽ കാണുന്ന ആകാശങ്ങളാണ്. അല്ലാമ ഇഖ്ബാൽ സൂചിപ്പിച്ചുവല്ലോ, നിന്റെ ലക്ഷ്യം ഒരിക്കലും പക്ഷേ നീ കാണുന്ന സുൽത്താന്റെ കൊട്ടാരത്തിലെ താഴിക കുടങ്ങളിലല്ല നീ കൂടുവെക്കേണ്ടത്. നീ ഉയർന്നു പറക്കേണ്ടയാളാണ്. എന്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നിങ്ങൾക്ക് പറക്കുമ്പോൾ നിങ്ങളുടെ കൂടെ നിൽക്കുവാൻ ഈ വലിയ പ്രസ്ഥാനമുണ്ട്. സമസ്ത എന്ന ഈ പ്രസ്ഥാനം
നിസ്കരിക്കുന്ന സംഘടനാ പ്രവർത്തകനായി, സുന്നത്തുകൾ ചെയ്യുന്ന സംഘടനാ പ്രവർത്തകനായി, നാടിന്റെ നന്മകൾക്ക് നേതൃത്വം നൽകുന്ന ഉദാത്തനായ ഒരു പ്രവർത്തകനായി നിങ്ങൾക്ക് മുന്നേറാൻ കഴിയണം. ഈ സംഘശക്തിയിൽ നിന്ന് നിങ്ങൾ ഉൾക്കൊണ്ട ഊർജവുമായി നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ കഴിയണം. തുഷാഹി ഹേ പർവാസ് ഹേ കാം തേരാ തെരേ സാമിനെ ആസ്മാ ഔർ ബിഹേ. നിങ്ങൾ ഉയരെ പറക്കുക, നിങ്ങളെ തകർക്കാൻ, നിങ്ങളെ തളർത്തുവാൻ, നിങ്ങളെ പിറകോട്ട് വലിക്കുവാൻ ഒരു ശക്തിയെയും നിങ്ങൾ അനുവദിക്കരുത്. നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ കഴിയണം. ഈ പതാകയാകണം നിങ്ങളുടെ ശക്തി, ഈ നേതൃത്വമാകണം നിങ്ങളുടെ ഊർജം. ആ നേതൃത്വം മഹാനായ സയ്യിദുൽ ഉലമയുടെ നേതൃത്വമാണ്, സമസ്ത എന്ന ഈ പ്രസ്ഥാനത്തിന്റെ നേതൃത്വമാണ്. അതിലൂടെ നിങ്ങൾ മുന്നോട്ട് പോയാൽ നിങ്ങൾക്ക് ഊർജ്ജസ്വലമായി ഈ ഉമ്മത്തിന് നേതൃത്വം നൽകുവാൻ കഴിയുന്ന ഈമാനികമായ ഒരു ചൈതന്യം ഉണ്ടാകും. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.